ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ ജോഗ്രഫി പാർട്ടിലുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് സീസൺസ് ആൻഡ് ടൈം അല്ലെ, ഋതുക്കളും സമയവും എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം പാരൻറ്റ് പൊസിഷൻ ഓഫ് ദ സണ്ണ് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇതിലോട്ട് വരാം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആവുക. ബേസൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിലാണ് ഇട്ടത്. അപ്പം ഇനി നോട്ട്സ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണേ. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് തുടങ്ങാം. എന്തായിരുന്നു അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ എന്ന് പറഞ്ഞാൽ? സൺ ഷിഫ്റ്റ് അപ്പാരൻ്റ്ലി ബിറ്റ്വീൻ ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലേ. ഈ സണ്ണിൻ്റെ ഷിഫ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ എന്ന് പറയുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കുള്ള സണ്ണിൻ്റെ ഷിഫ്റ്റിനെയാണ് നമ്മൾ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 4 ഡേറ്റൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ജൂൺ 21, മാർച്ച് 21, ഡിസംബർ 22, സെപ്റ്റംബർ 23. ഓക്കെ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ പഠിച്ചു, ഇക്വേറ്റർ പഠിച്ചു, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം മനസ്സിലാവാത്തവരാണെങ്കിൽ അതൊക്കെ ആദ്യം കാണാം. അപ്പം നോക്കാം. ഫസ്റ്റത്തേതാണ് ഇക്വിനോക്സ്. എന്താണ് ഇക്വിനോക്സ് എന്ന് പറഞ്ഞാൽ? ഇക്വിനോക്സ് നിങ്ങൾക്കറിയാം, ഇക്വേറ്റർ എവിടെയാണ് കിടക്കുന്നത്? ഭൂമിയിലൂടെ, നമ്മുടെ ഭൂമിയുടെ എർത്തിൻ്റെ സെൻറ്റർ പാർട്ടിലൂടെ, സെൻറ്ററിലൂടെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ, ആൻ ഇമാജിനറി ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇക്വേറ്റർ. ഇക്വേറ്റർ ഒരു ലാറ്റിറ്റ്യൂഡാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഭൂമധ്യരേഖ എന്ന് മലയാളത്തിൽ പറയും. ഭൂമിയുടെ സെൻറ്ററിലൂടെ ഒരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട്, അതാണ് ഇക്വേറ്റർ. ഇക്വേറ്റർ എത്ര ഡിഗ്രി ആയിരുന്നു ഓർമ്മയുണ്ടോ? 0 ഡിഗ്രിയാണ് ഇക്വേറ്റർ. അപ്പോൾ ഈ ഇക്വേറ്ററിൻ്റെ ഭാഗത്തായിട്ട് ഇക്വേറ്ററിൻ്റെ നേരെ സണ്ണിൻ്റെ പൊസിഷൻ നിൽക്കുന്നതിനെയാണ് നമ്മൾ ഇക്വിനോക്സ് എന്ന് പറയുന്നത്. എന്താണ് ഇക്വിനോക്സ് എന്ന് പറയുന്നത്? അപ്പോൾ എന്താ നോക്ക്. ദ അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് ദ സൺ ഡ്യൂറിങ് ദ എർത്ത്സ് റെവല്യൂഷൻ വിൽ ബി ഓവർ ദ ഇക്വേറ്റർ ഓൺ മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. അപ്പം സണ്ണിൻ്റെ പൊസിഷന് നമ്മുടെ ഭൂമിയുടെ എർത്ത് ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ, എന്താ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സണ്ണിനെ ആര് ചുറ്റാണ്? നമ്മുടെ ഭൂമി ചുറ്റുന്നുണ്ട് അല്ലേ, അതിനെയാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ സണ്ണ് ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് ദ സണ്ണിൻ്റെ പൊസിഷന് ഇക്വേറ്ററിൻ്റെ നേരെ മുകളിലായിട്ട്, ഇക്വേറ്ററിനെ ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ ടൈമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇക്വിനോക്സ് എന്ന് പറയുന്നത്. ഇക്വിനോക്സ് 2 ദിവസങ്ങളിലായിട്ടാണ് നമുക്ക് ഇക്വിനോക്സ്, അല്ലെങ്കിൽ ഇക്വേറ്ററിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ ഇക്വേറ്റർ നേരെയായിട്ട് സണ്ണിൻ്റെ പൊസിഷൻ നിൽക്കുന്നത്. ഏതൊക്കെയാണ് ആ 2 ദിവസങ്ങൾ? ഇപ്പം തന്നെ പഠിച്ചോ. സെപ്റ്റംബർ 23 അതുപോലെ മാർച്ച് 21. ഏതൊക്കെയാണ്? സെപ്റ്റംബർ 23 മാർച്ച് 21. ഈ 2 ദിവസങ്ങളിലാണ് ഇക്വേറ്ററിൻ്റെ മുകളിലായിട്ട്, ഇക്വേറ്ററിൻ്റെ നേരെയായിട്ട് സണ്ണിൻ്റെ പൊസിഷൻ നിൽക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇക്വിനോക്സ് എന്നത്. എന്താണ് ഇക്വിനോക്സ്? ഇക്വേറ്ററിൻ്റെ നേരെ സണ്ണിൻ്റെ പൊസിഷൻ നിൽക്കുന്നതിനെയാണ് ഇക്വിനോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ദ അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് ദ സൺ ഡ്യൂറിങ് ദ എർത്ത്സ് റെവല്യൂഷൻ വിൽ ബി ഓവർ ദ ഇക്വേറ്റർ ഓൺ മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. ഹെൻസ് ദ ലെങ്ത് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ് ആർ ഈക്വൽ ഓൺ ബോത്ത് ഹെമിസ്ഫിയർ. ദീസ് ഡേയ്സ് ആർ കോൾഡ് ഇക്വിനോക്സസ്. ഇതിന് ഇക്വിനോക്സസ് എന്ന പേര് വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്തായിരിക്കും മറ്റൊരു കാരണം? ഇതാണ് പ്രത്യേകത. ഈ ഇക്വേറ്ററിൻ്റെ മുകളിൽ, ഇക്വേറ്ററിന് നേരെയായിട്ട് സണ്ണിൻ്റെ പൊസിഷൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ 2 ഹെമിസ്ഫിയറിലും, നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും എന്തായിരിക്കും പ്രത്യേകത? ദ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ആർ ഈക്വൽ ഓൺ ബോത്ത് ഹെമിസ്ഫിയർ. എന്താണ്? ഡേയിൻ്റെയും നൈറ്റിൻ്റെയും ലെങ്ത്ത് ഈക്വൽ ആയിരിക്കും 2 ഹെമിസ്ഫിയറിലും. അവിടെ മാറ്റമൊന്നുമില്ല. 2 ഹെമിസ്ഫിയറിലും ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് വിൽ ബി ഈക്വൽ. ആ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? ഇക്വിനോക്സസ് എന്ന പേര് വന്നത്. ഓക്കെ, അപ്പോൾ ദ അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് ദ സൺ ഡ്യൂറിങ് ദ എർത്ത്സ് റെവല്യൂഷൻ വിൽ ബി ഓവർ ദ ഇക്വേറ്റർ ഓൺ മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. ഈ 2 ദിവസങ്ങളിലാണ് ഇക്വേറ്ററിൻ്റെ നേരെയായിട്ട് സണ്ണ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഏതൊക്കെ 2 ഡേറ്റ്?
മാർച്ച് 21 സെപ്റ്റംബർ 23. ഇതുകൊണ്ട് എന്താണ് റിസൾട്ട് വരുന്നത്? ദ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ്, പകലും രാത്രിയും രണ്ട് ഹെമിസ്ഫിയറിലും, നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും അല്ലേ, ഇക്വേറ്ററിൻ്റെ മുകളിൽ നോർത്തേൺ ഹെമിസ്ഫിയറും ഇക്വേറ്ററിൻ്റെ താഴെ സദേൺ ഹെമിസ്ഫിയറാണ്. ഈ രണ്ട് ഹെമിസ്ഫിയറിലും നൈറ്റും ഡേയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് വന്നത് ഇക്വിനോക്സസ് എന്ന പേര് ഈ രണ്ട് ഡേറ്റിന് വന്നത്. അപ്പോൾ ഇക്വിനോക്സസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയായിരുന്നു ഇക്വിനോക്സസിൻ്റെ ഡേറ്റ്? മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23 ആണ്. അടുത്തതാണ് സമ്മർ സോളിസ്റ്റിസ്. എന്താണ് സമ്മർ സോളിസ്റ്റിസ്? നോക്ക്, ഈ മാർച്ച് 21 നിന്ന് നമ്മുടെ ഇക്വേറ്ററിൽ നിന്ന് സണ്ണിൻ്റെ പൊസിഷൻ എവിടേക്ക് മാറുന്നുണ്ട്? ജൂൺ 21 ആകുമ്പോഴേക്കും ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇക്വേറ്ററിൻ്റെ മുകളിലൂടെ പാസ് ചെയ്യുന്ന ലാറ്റിറ്റ്യൂഡിൻ്റെ പേരാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലേ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എത്ര ഡിഗ്രിയാണ്? 23.5 നോർത്താണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അപ്പോൾ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ നേരെ സണ്ണിൻ്റെ പൊസിഷൻ നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സമ്മർ സോൾസ്റ്റിസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? സമ്മർ സോൾസ്റ്റിസ്. അപ്പം മാർച്ച് 21 നിന്ന് ജൂൺ 21 ആകുമ്പോഴേക്കും നമ്മുടെ സൺ എവിടേക്ക് മാറും? ജൂൺ 21 ഒക്കെ ആവുന്ന സമയത്ത് സണ്ണ് നേരെ നിൽക്കുന്നത് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ അടുത്താണ്, ഉത്തരായന രേഖയുടെ മുകളിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? സമ്മർ സോൾസ്റ്റിസ് എന്ന് വിളിക്കുന്നുണ്ട്. നോക്ക്, ദ അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് ദ സൺ ഷിഫ്റ്റ്സ് ഫ്രം ഇക്വേറ്റർ ഓൺ മാർച്ച് 21 ഓൺവേർഡ്സ് ആൻഡ് ഇറ്റ് റീച്ചസ് വെർട്ടിക്കലി അബവ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഓൺ 21 ജൂൺ. ഇപ്പോൾ ഇക്വേറ്ററിൻ്റെ മുകളിൽ നിന്ന് മാർച്ച് 21 ഇക്വേറ്ററിൻ്റെ മുകളിലാണ് സണ്ണിൻ്റെ പൊസിഷൻ ഉള്ളത്. ഇത് മാർച്ച് 21 മുതൽ ഇതിങ്ങനെ മെല്ലെ എവിടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും? വെർട്ടിക്കലി ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിലേക്കായിട്ട് സണ്ണിൻ്റെ പൊസിഷന് പോയിക്കൊണ്ടിരിക്കും. ജൂൺ 21 ഒക്കെ ആകുന്ന സമയത്ത് ഇതെവിടെ ഉണ്ടാവുക? കറക്റ്റായിട്ട് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ അവിടെയാണ് സണ്ണിൻ്റെ പൊസിഷൻ ഉള്ളത്. സണ്ണ് നേരെ ഫേസ് ചെയ്യുന്നത് നമ്മുടെ ഭൂമിയുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ അടുത്തായിട്ടാണ്. അതുകൊണ്ട് ഇതിനെ എന്ത് പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്? സമ്മർ സോൾസ്റ്റിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സമ്മർ സോൾസ്റ്റിസ് ഏത് ഹെമിസ്ഫിയറിലായിരിക്കും? നിങ്ങൾ പറഞ്ഞേ, ഏത് ഹെമിസ്ഫിയറിലായിരിക്കും സമ്മർ സോൾസ്റ്റിസ്? നിങ്ങൾക്കറിയാം, ഇക്വേറ്ററിൻ്റെ മുകളിൽ ഏത് ഹെമിസ്ഫിയറാണ്? നോർത്തേൺ ഹെമിസ്ഫിയറാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ് ഈ ജൂൺ 21 സണ്ണിൻ്റെ പൊസിഷൻ ഉള്ളത്. അതുകൊണ്ട് അവിടെ നമ്മൾ സമ്മർ സോൾസ്റ്റിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സമ്മർ സോൾസ്റ്റിസ് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഉണ്ടാവുക. ഓക്കെ, ദിസ് ഡേ ഈസ് നോൺ ആസ് സമ്മർ സോൾസ്റ്റിസ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. ഓൺ ദിസ് ഡേ ദ നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ഇറ്റ്സ് ലോങ്സ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്. ഈ സമ്മർ സോൾസ്റ്റിസിൽ അല്ലെങ്കിൽ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ, നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ ദിവസം ഈ ജൂൺ 21 പ്രത്യേകത എന്താണ്? ലോങ്ങസ്റ്റ് ഡേയും, പകൽ കൂടുതലും രാത്രി കുറവുമായിരിക്കും. എന്താണ്? പകൽ കൂടുതലും നൈറ്റ് കുറവുമായിരിക്കും. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സണ്ണിൻ്റെ പൊസിഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ പകലിൻ്റെ സമയത്താണല്ലോ സൂര്യൻ ഉണ്ടാവുക. അതുകൊണ്ട് പകൽ ആ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതലും രാത്രി കുറവുമായിരിക്കും. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് സദേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടാവുക. സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ്? ലോങ്ങസ്റ്റ് നൈറ്റും ഷോർട്ടസ്റ്റ് ഡേയും. എന്താണ്? ലോങ്ങസ്റ്റ് നൈറ്റും ഷോർട്ടസ്റ്റ് ഡേയും ആണ്. കാരണം സൂര്യൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിലായിട്ടാണ് സൂര്യൻ കിടക്കുന്നത്. അതുകൊണ്ട് അവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ പകൽ കൂടുതലും രാത്രി കുറവും, സതേൺ ഹെമിസ്ഫിയറിൽ ലോങ്ങസ്റ്റ് നൈറ്റും ഷോർട്ടസ്റ്റ് ഡേയുമാണ്. ഓക്കെ, അപ്പം ജൂൺ 21 എന്ത് ഡേ ആണ്? സമ്മർ സോൾസ്റ്റിസ് ആണ്. എവിടെയാണ് സണ്ണിൻ്റെ പൊസിഷൻ ഉള്ളത്? ഇറ്റ് ഈസ് ഓൺ ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഏത് ഹെമിസ്ഫിയറിലാണ് ഡേ കൂടുതൽ? ഇറ്റ് ഈസ് ഓൺ ദി നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലേ. നൈറ്റ് കൂടുതൽ സതേൺ ഹെമിസ്ഫിയർ. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നോക്ക്, സമ്മർ സീസൺ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. The apparent movement of the sun shifts from Tropic of Cancer on June 21 and it reaches vertically above the equator on September 23. During this period, summer seasons are experienced in Northern Hemisphere. നിങ്ങൾ ഈ പിക്ചർ കണ്ടോ? ജൂൺ 21 നിന്ന് സെപ്റ്റംബർ 23 അല്ലേ. സെപ്റ്റംബർ 23 ഒക്കെ ആകുമ്പോഴത്തേനും സൺ എവിടേക്ക് മെല്ലെ ഷിഫ്റ്റ് ചെയ്യും? സണ്ണ് മെല്ലെ എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന? നമ്മുടെ ഇക്വേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ പീരീഡിലാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസൺ ഉണ്ടാവുക. ഏത് പീരീഡിലാണ്? ജൂൺ 21 സണ്ണ് എവിടെയാണുള്ളത്?
നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ്. അത് സെപ്റ്റംബർ 23 ആകുമ്പോഴത്തേനും കറക്റ്റ് ഇക്വേറ്ററിൻ്റെ മുകളിലേക്ക് എത്തും. ഈ പീരീഡിലാണ് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് സീസൺ ഉണ്ടാകുന്നത്? സമ്മർ സീസൺ ഉണ്ടാകുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഇനി അടുത്തതാണ് വിൻ്റർ സോൾസ്റ്റിസ്. എന്താണ് വിൻ്റർ സോൾസ്റ്റിസ് എന്ന് പറഞ്ഞാൽ? നേരെ ഓപ്പോസിറ്റ് നോക്ക്. ദ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ഷിഫ്റ്റ് ഫ്രം ദ ഇക്വേറ്റർ ഓൺ September 23 ആൻഡ് റീച്ചസ് vertically above the Tropic of Capricorn on December 22nd. This day is known as winter solstice in the northern hemisphere. Okay, on this day the northern hemisphere experiences its shortest day and longest night. അപ്പോൾ വിൻ്റർ സോൾസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സണ്ണ് ഷിഫ്റ്റ് ചെയ്യുക എവിടെ നിന്നിട്ട്? ഇക്വേറ്ററിൽ നിന്ന്. സെപ്റ്റംബർ 23 ഇക്വേറ്ററിലാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ സെപ്റ്റംബർ 23 എന്ത് ഡേ ആണ്? ഇക്വനോക്സ് ആണ്. സെപ്റ്റംബർ 23 മാർച്ച് 21 എന്താണ്? ഇക്വനോക്സസ് ആണ്. ഡേയും നൈറ്റും ഈക്വൽ ആണ്. ജൂൺ 21 പ്രത്യേകത എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേ കൂടുതലും നൈറ്റ് കുറവും. സദേൺ ഹെമിസ്ഫിയറിൽ നേരെ ഓപ്പോസിറ്റ്. ഈ വിൻ്റർ സോൾസ്റ്റിസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ December 22 ഒക്കെ ആകുന്ന സമയത്ത് നമ്മുടെ സൂര്യൻ നേരെ എവിടെയാണ് ഉള്ളത്? സൂര്യൻ ഉള്ളത് ഇപ്പോൾ എവിടെയാണ്? നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിലാണ്. സദേൺ ഹെമിസ്ഫിയറിൽ ആ ലാറ്റിറ്റ്യൂഡിൻ്റെ പേരെന്താ? ഇക്വേറ്ററിൻ്റെ താഴെയായിട്ടുള്ള ലാറ്റിറ്റ്യൂഡിൻ്റെ പേര് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ എത്ര ഡിഗ്രിയാണ്? 23.5 സൗത്താണ് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. അപ്പോൾ ഈ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിൻ്റെ നേരെയായിട്ട് സണ്ണിൻ്റെ പൊസിഷൻ നിൽക്കുന്നതിനെയാണ് നമ്മൾ വിൻ്റർ സോൾസ്റ്റിസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ദ അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് ദ സൺ ഷിഫ്റ്റ് ഫ്രം September 23 ഇക്വേറ്ററിൻ്റെ മുകളിൽ അല്ലേ? സെപ്റ്റംബർ 23 ഇക്വേറ്ററിൻ്റെ മുകളിലായിട്ടാണുള്ളത്. അവിടെ നിന്ന് December 22 എവിടെ എത്തും? ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിൻ്റെ മുകളിലായിട്ട് നിൽക്കും സണ്ണ്. ഈ ഇതിനെയാണ് നമ്മൾ വിൻ്റർ സോൾസ്റ്റിസ് എന്ന് പറയാം. അപ്പോൾ സണ്ണ് ഇപ്പോൾ എവിടെയാണുള്ളത്? സദേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ സമയത്ത് എന്തായിരിക്കും? വിൻ്റർ സോൾസ്റ്റിസ് ആയിരിക്കും. നമ്മൾ എന്തുകൊണ്ടാണ് അറിയോ ഇവിടെ കൂടുതൽ നോർത്തേൺ ഹെമിസ്ഫിയറിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്? നമ്മുടെ ഇന്ത്യ ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത്? ഇന്ത്യ എവിടെയാണ്? ഈ നേരെ ഇക്വേറ്ററിൻ്റെ മുകളിലായിട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസറൊക്കെ പാസ് ചെയ്യുന്ന ആ ഭാഗത്താണ് നമ്മുടെ ഇന്ത്യയിൽ. അതുകൊണ്ട് ആണ് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിനെ കൂടുതൽ സ്പെസിഫൈ ചെയ്തിട്ട് പഠിക്കുന്നത്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ സോൾസ്റ്റിസ് ആണ് ഏത് കാലഘട്ടത്തിൽ? December 22. എന്തുകൊണ്ടാണ്? December 22 സണ്ണിൻ്റെ പൊസിഷൻ എവിടെയാണുള്ളത്? ഇറ്റ് ഈസ് ഓൺ ദി ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ. മനസ്സിലായിട്ടുണ്ടോ? നോക്ക്. അപ്പം സണ്ണ് എവിടെ നിന്ന് ഷിഫ്റ്റ് ആവും? ഇക്വേറ്ററിൽ നിന്ന്. സെപ്റ്റംബർ 23 ഇക്വേറ്ററിലാണുള്ളത്. അത് മെല്ലെ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്ന് December 22. ഇതിനെയാണ് നമ്മൾ വിൻ്റർ സോൾസ്റ്റിസ് എന്ന് പറയുന്നത്. വിൻ്റർ സോൾസ്റ്റിസ് എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് വിൻ്റർ സോൾസ്റ്റിസ്. ഇപ്പോൾ സണ്ണ് നോർത്തേൺ ഹെമിസ്ഫിയർ ഇല്ല അല്ലേ? അതുകൊണ്ട് തന്നെ അവിടെ തണുപ്പ് കാലം, നല്ല വിൻ്റർ സീസണാണ് അനുഭവപ്പെടുക. ഓൺ ദിസ് ഡേ ദ നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ഇറ്റ്സ് ഷോർട്ടസ്റ്റ് ഡേ ആൻഡ് ലോങ്ങസ്റ്റ് നൈറ്റ്. സൂര്യൻ ഇപ്പോൾ സദേൺ ഹെമിസ്ഫിയറിലാണുള്ളത്. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിൽ പകൽ എന്തായിരിക്കും? കുറവേ ഉണ്ടാവുള്ളൂ, സണ്ണില്ലല്ലോ. അപ്പോൾ പകൽ കുറവും രാത്രി കൂടുതലായിരിക്കും. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡേയും ലോങ്ങസ്റ്റ് നൈറ്റുമാണ് വിൻ്റർ സോൾസ്റ്റിസിൽ. എന്താണ്? ഷോർട്ടസ്റ്റ് ഡേയും ലോങ്ങസ്റ്റ് നൈറ്റും. അപ്പം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സമ്മർ സോൾസ്റ്റിസ് പഠിച്ചു, വിൻ്റർ സോൾസ്റ്റിസ് ആൻഡ് ലാസ്റ്റ് വണ് ഇക്വിനോക്സ്. ഒന്നും കൂടി പറഞ്ഞുതരാം. ഇക്വിനോക്സ് സെപ്റ്റംബർ 23 മാർച്ച് 21 സണ്ണിൻ്റെ പൊസിഷൻ എവിടെയാണുള്ളത്? ഇക്വേറ്ററിലാണുള്ളത് അല്ലേ? ഇക്വേറ്ററിലാണ്. അതുകൊണ്ട് തന്നെ ഈ ടൈമിന് നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും പകലും രാത്രിയും ഈക്വൽ ആയിരിക്കും. ഡേയും നൈറ്റും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെന്ത് പേര് വിട്ട് വിളിക്കുന്നു? ഇക്വിനോക്സസ് എന്ന് വിളിക്കുന്നു. ഇനി മാർച്ച് 21 നിന്ന് ജൂൺ 21 ആകുന്ന സമയത്ത് സണ്ണിൻ്റെ പൊസിഷൻ എവിടേക്ക് മാറും? ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിലോട്ട് മാറും. ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിലോട്ട് മാറും. അപ്പോൾ ജൂൺ 21 നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? സമ്മർ സോൾസ്റ്റിസ് എന്ന പേരിലാണ് വിളിക്കുന്നത്. സമ്മർ സോൾസ്റ്റിസ്. ഈ സമ്മർ സോൾസ്റ്റിസിൽ പകൽ കൂടുതലായിരിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ പകൽ കൂടുതലും നൈറ്റ് കുറവുമായിരിക്കും.
ഓക്കെ. ഇനി ഡിസംബർ 22 പ്രത്യേകത എന്താണ്? സെപ്റ്റംബർ 23 അല്ലേ? സെപ്റ്റംബർ 23 ഇക്വേറ്ററിലാണുള്ളത്. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 23 നിന്ന് ഡിസംബർ 22 എത്തുമ്പോഴത്തേനും സണ്ണ് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിൻ്റെ മുകളിലായിട്ട് വന്നിരിക്കും. ഇവിടെ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിൽ. അതുകൊണ്ട് തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആ കാലഘട്ടത്തെ വിൻ്റർ സോൾസ്റ്റിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഡിസംബർ 22 വിൻ്റർ സോൾസ്റ്റിസ് ആണ്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ പകൽ സൂര്യൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പകൽ കുറവും രാത്രി കൂടുതലായിരിക്കും. അതിന് നേരെ ഓപ്പോസിറ്റാണ് സദേൺ ഹെമിസ്ഫിയറിൽ. ഒന്ന് പഠിച്ചാൽ മതി. ഒക്കെ കൂടി നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ കാര്യം പഠിക്കുകയാണ്, നൈറ്റ് കൂടുതലാണ് ഡേ കുറവാണ്, അങ്ങനെയാണ് പഠിക്കുന്നതെങ്കിൽ അതിൽ നേരെ ഓപ്പോസിറ്റാണ് എവിടെ ഉണ്ടാവുക? സദേൺ ഹെമിസ്ഫിയറിൽ. അങ്ങനെ വെച്ചിട്ട് പഠിച്ചാൽ മതി കേട്ടോ. അപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒരു വട്ടം കൂടി കണ്ടാൽ നിങ്ങൾക്ക് അത് പക്കാ ക്ലിയർ ആവും. അടുത്തതാണ്, വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ഓൺ ഡിസംബർ 22? അപ്പോൾ നിങ്ങൾ പറയും, ഡിസംബർ 22 സദേൺ ഹെമിസ്ഫിയറിൽ ഡേയിൻ്റെയും നൈറ്റിൻ്റെയും പ്രത്യേകത എന്തായിരിക്കും? സദേൺ ഹെമിസ്ഫിയറിലാണ് സൂര്യൻ ഇപ്പോൾ ഉള്ളത് അല്ലേ? ഡിസംബർ 22 ആകുമ്പം സദേൺ ഹെമിസ്ഫിയറിലാണ് സണ്ണിൻ്റെ പൊസിഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ സണ്ണ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പകൽ കൂടുതലായിരിക്കും. ലോങ്ങസ്റ്റ് ഡേയും ഷോർട്ടസ്റ്റ് നൈറ്റും ആയിരിക്കും. ദിസ് ഡേ ദ സദേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ഇറ്റ്സ് ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി വിൻ്റർ സീസൺ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. സമ്മർ സീസൺ നമ്മൾ പറഞ്ഞു. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസൺ ഏത് കാലഘട്ടത്തിലാണ്? ജൂൺ 21 ടു സെപ്റ്റംബർ 23 വരെയുള്ള കാലഘട്ടത്തിലാണ് സമ്മർ സീസൺ ഉണ്ടാവുക. ഇനി വിൻ്റർ സീസൺ ഏത് കാലഘട്ടത്തിലാണ്? ഡിസംബർ 22 ടു മാർച്ച് 21 അല്ലേ? നമ്മളുടെ സണ്ണ് ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിൽ നിന്ന് ഇക്വേറ്ററിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പീരീഡ്, ആ കാലഘട്ടം ഉണ്ട് അല്ലേ? ഡിസംബർ 22 നിന്ന് മാർച്ച് 21 ആകുന്ന ഇക്വേറ്ററിലേക്ക് എത്തുന്ന കാലഘട്ടം, ആ സീസണാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ സീസണായിട്ട് ആചരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ദ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ഷിഫ്റ്റ് ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ ഓൺ ഡിസംബർ 22 ആൻഡ് റീച്ചസ് ഇറ്റ് വേർട്ടിക്കലി അബവ് ദ ഇക്വേറ്റർ. ഇവിടെ കണ്ടോ ഈ കാലഘട്ടം ഡിസംബർ 22 നിന്ന് മാർച്ച് 21 ഷിഫ്റ്റ് ചെയ്യുന്നത് കണ്ടോ? ഈ ഇതിനെയാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തെന്ന് പറയുന്നത്? വിൻ്റർ സീസൺ എന്ന് പറയുന്നത്. ഡിസംബർ 22 ടു മാർച്ച് 21 ഈ സീസണാണ് ഏത്? വിൻ്റർ സീസണായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞ വളരെ ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ കുറച്ച് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവുന്ന ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യന് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ നോട്ട്സ് വേണ്ടിയവർ വേറെ ലിങ്കായിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് കമൻസിലൂടെ അറിയിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്ത് കൊടുക്കാം? നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. സോ താങ്ക് യു ഫ്രം എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ.